അധികാരികൾ സമൂഹത്തിന്റെ പരസ്പരമുള്ള സഹോദര്യവും പരസ്പരമുള്ള സഹിഷ്ണുതയും നിലനിർത്തേണ്ട അധികാരികളെ ഭാഗത്തുനിന്ന് തന്നെ സമൂഹത്തെ പരസ്പരം അകറ്റാനുള്ള ശ്രമം ഏറ്റവും വലിയ ഭീമമായ അപരാധമാണെന്ന് ഈ പരിശുദ്ധമായ പരിപാടി അഭിപ്രായപ്പെടുകയാണ്. ഞാൻ ഇത് പറയാനുള്ള കാരണം, മിനിഞ്ഞാന്ന് കോർപ്പറേഷന്റെ 140-ാം വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തിയ ഘോഷയാത്രയിലെ ഒരു പ്ലോട്ട് മുസ്ലിമീങ്ങളെ വളരെ കൂടുതൽ കരിവാരിത്തേക്കുന്നതാണ് എന്നറിയാൻ കഴിഞ്ഞതിൽ ഖേദമുണ്ട്. കച്ചയുടുത്ത് നിൽക്കുന്ന ഉണ്ണിയാർച്ചയെ കുത്താൻ കത്തിയൂരി നിൽക്കുന്ന 3 മാപ്പിളമാരെ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഘോഷയാത്രയിൽ ഇന്ന് സ്ത്രീ പീഡനത്തെ കാണിച്ചു എന്നത് സത്യത്തിൽ ചരിത്രത്തോട് തന്നെയുള്ള ഏറ്റവും വലിയ ഒരു അപരാധമാണെന്ന് ഈ പരിപാടി അഭിപ്രായപ്പെടുകയാണ്. ഏതെങ്കിലും വർഗീയവാദികളൊക്കെ കാണിക്കുന്നതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അധികാരികൾ തന്നെ രംഗത്ത് വരിക എന്നത് ഏറ്റവും വലിയ തെറ്റാണ്. സത്യത്തിൽ ചരിത്രത്തോടുള്ള തിന്മയാണത്. അങ്ങനെയൊന്നില്ല. ഉണ്ണിയാർച്ചയെയും തച്ചോളി വടേനെയും ചന്തുവിനെയും വടക്കൻ പാട്ടിൽ പറയപ്പെട്ട എല്ലാവരുടെയും അത് മിത്താണെങ്കിലും യാഥാർത്ഥ്യമാണെങ്കിലും അതിനോടൊക്കെ ആദരവ് പ്രകടിപ്പിക്കുന്നവരാണ് ഈ രാജ്യത്തെ മുസ്ലിം സമുദായം എന്നത് സാന്ദർഭികമായി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഈ വിശ്വാസികളുടെ സംഗമത്തെ മുൻനിർത്തി ചെയ്തു പോയത് കോർപ്പറേഷൻ മാപ്പ് പറയേണ്ട അപരാധമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പാടില്ലായിരുന്നു, അത് തെറ്റായിരുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മലപ്പുറത്തെ കൈലിത്തുണിയും തൊപ്പിയും തലയെക്കെട്ടും വട്ടക്കെട്ടും ഒക്കെയുള്ള 2-3 ആളുകൾ കത്തിയൂരി ഉണ്ണിയാർച്ചയെ കൊലപ്പെടുത്താൻ നിൽക്കുക എന്നത് സത്യത്തിൽ വളരെ വലിയ ഒരു വിചാരിക്കാത്ത ദൂഷ്യഫലം അനുവാചകനിൽ സൃഷ്ടിക്കുകയും അതൊരു പക്ഷേ സമൂഹത്തിൽ വലിയ കലാപങ്ങൾക്ക് തന്നെ വഴിവെക്കുകയും ചെയ്തേക്കാം. അല്ലാഹു കലാപങ്ങളെ തൊട്ട് നമ്മുടെ രാജ്യത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ രാജ്യത്ത് സമാധാനം പുലരണം എന്ന താല്പര്യം കൊണ്ടാണ് ഇത് പറയുന്നത്. ഒരിക്കലും വിശ്വാസി അങ്ങനെ ചെയ്യില്ല. വിശ്വാസി എന്നാൽ അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. ഒരു സമുദായത്തിന്റെ മുഴുവനും മുഖത്ത് കരിവാരിത്തേക്കുന്ന ഒരു പ്രവർത്തനം കോഴിക്കോട് കോർപ്പറേഷന്റെ അധികാരികളുടെ അറിവോടുകൂടെ ചെയ്തു പോയി എന്നത് ഭീമമായ തെറ്റാണെന്നും ഈ സമൂഹത്തോട് ഈ വിഷയത്തിൽ മാപ്പ് പറയേണ്ട ഉത്തരവാദിത്തം അധികാരികൾ ഏറ്റെടുക്കണമെന്നും മേലാൽ അത്തരം കാര്യങ്ങൾ ഒരിക്കലും അധികാരികളുടെ ഭാഗത്ത് സമൂഹത്തിലെ തിന്മകളെ മായ്ച്ചു കളയുകയും സമൂഹത്തെ അക്രമങ്ങളെ ഇല്ലാതെയാക്കുകയും ചെയ്യേണ്ട സഹിഷ്ണുതയെ പഠിപ്പിക്കേണ്ട അധികാരികൾ ഇത്തരം കാര്യത്തിന് വേണ്ടി പുറപ്പെടരുത് എന്നും വളരെ സ്നേഹത്തോടെയും വളരെ ബോധത്തോടുകൂടെയും ഇവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് സത്യവും അസത്യവും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയ ദിവസമാണ്. ഇന്ന് അസത്യത്തെ പരാജയപ്പെടുത്തി സത്യം പരിശുദ്ധമായ കലിമത്ത് തൗഹീദുമായി മുന്നോട്ട് വന്ന ദിവസമാണ്. എന്താ ഈ ദിവസത്തിന്റെ സന്ദേശം? ഒറ്റ വാക്ക് ഞാൻ പറയാം, ഒരു വാക്ക്. അത് പറഞ്ഞില്ലെങ്കിൽ ഈ ദിവസത്തോട് കാണിക്കുന്ന അനീതിയാകും. എന്നതുകൊണ്ട് പറയട്ടെ, ഒരു വാക്ക് പറയട്ടെ. ബദറിൽ ഇന്നാണ് ആ ആയത്തിറങ്ങിയിട്ടുള്ളത്. ഇന്ന് ഉച്ചക്ക് മുമ്പാണ് ആ ആയത്തിറങ്ങിയത്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا لقيتم فئة فاثبتوا واذكروا الله كثيرا لعلكم تفلحون واطيعوا الله ورسوله ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا إن الله مع الصابرين. ആയിരക്കണക്കായ 1400ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നുച്ചക്ക് മുമ്പാണ് ആ രണ്ടായത്തിറങ്ങിയത്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ക്ലാസ്സിൽ എന്താ അർത്ഥമുള്ളത്? അത് ഞങ്ങളോട് പറയട്ടെ. നേരം വൈകോ? ഹബീബ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമാനു, സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിഅതൻ, ഏതൊരു പ്രതിസന്ധിയുടെ പ്രതിപക്ഷത്തെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോഴും നിങ്ങൾ സ്ഥൈര്യത്തോടെ ഉറച്ചു നിലകൊള്ളേണ്ടതാണ്. പ്രതിസന്ധികൾ എന്നുണ്ടാവും, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. പ്രതിസന്ധിയില്ലാത്ത കാലം വിശ്വാസിക്ക് വരികയില്ല എന്നുണ്ടോ? അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമാനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിലകൊള്ളണം. ബദറിലേക്ക് ഇറങ്ങുന്ന സ്വഹാബികളോടാണ് ഈ ആയത്തിറങ്ങിയിട്ടുള്ളത്.
വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. മുദ്രാവാക്യം വിളിക്കല്ല വേണ്ടത്. പ്രതിസന്ധികൾ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾ കൂടുതലായി അള്ളാഹുവിനെ ഓർക്കണം. കാരണം പ്രതിസന്ധിയെ പരിഹരിക്കാൻ കഴിയുന്നത് ഓർക്കം കൊണ്ട് പറയില്ല ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാതെ അല്ലാഹുവിനെ കഴിയും. യാ അയ്യുഹല്ലദീന ആമാനു ഇദാ ലഖയതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. പ്രതിസന്ധിക്കനുസരിച്ച് നിങ്ങൾ ഒറ്റക്കെട്ടായി ഒറ്റപ്പെടുത്തും. എന്തൊക്കെ ഉണ്ടായാലും ഒരൊറ്റ നേതൃത്വത്തിന്റെ കീഴിൽ ഉറച്ചു നിലകൊള്ളുക. അള്ളാഹുവിനെ നിങ്ങൾ ഓർക്കുകയും ചെയ്യുക. അള്ളാന്റെ കൂടെ നിൽക്കുക. അള്ളാന്റെ പാർട്ടിയാവുക. എന്താ അള്ളാന്റെ കൂടെ നിൽക്കൽ? അള്ളാന്റെ ഓർക്കൽ എന്താ? വാജിബാത്തിനെയും സുന്നത്തുകളെയും പരമാവധി കൊണ്ടുവരികയും ഹറാമിനെ തൊട്ട് പരമാവധി മാറി നിൽക്കുകയും ചെയ്യുക. അതാണ് അള്ളാന്റെ ഓർക്കൽ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അടുത്തായിട്ട് നേരെ വൈകൂലല്ലോ. അടുത്തായിട്ട് കൂടി പറഞ്ഞാലല്ലേ പടച്ചോനെ എൻ്റെ ഒരായത്ത അള്ളാഹുവിനും റസൂലിനും നിങ്ങൾ വഴിപ്പെടുക. അള്ളാഹുവിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ഖുർആൻ പൂർണ്ണമായി അംഗീകരിക്കുക. റസൂലിനെ വഴിപ്പെടുക എന്ന് പറഞ്ഞാൽ ഹദീസ് പൂർണ്ണമായി അംഗീകരിക്കുക. പിന്നെയോ വലാ തനാസഉ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കാതിരിക്കുക. അതൊന്നും ഇപ്പൊ നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പരസ്പരം ഭിന്നിക്കാതിരിക്കുക. ഭിന്നിച്ചു പോയാൽ നിങ്ങളെ ശക്തി ക്ഷയിച്ചു പോവുകയും നിങ്ങളെ ജീവവായു ചോർന്നു പോവുകയും ചെയ്യും. ഒരിക്കലും ഭിന്നിക്കരുത്. ഒരിക്കലും സമുദായത്തിൽ പുതിയ പുതിയ പാർട്ടികൾ മുളച്ചു പൊങ്ങരുത്. ഇതാണ് ഇന്നത്തെ പാഠം. ഇതാണ് പാഠം. നീ ബാക്കി ഇഷ്ടം പോലെ ചെയ്തേക്ക്. ഇന്നത്തെ പാഠം. ഇന്നത്തെ പാഠം ഇതാണ്. സൂറത്തുൽ അൻഫാൽ. അൻഫാലിലാണ് ഈ ആയത്തിറങ്ങിയത്. ബദറിന്റെ അന്ന് ഉച്ചക്ക് മുമ്പാണ് പ്രധാന അഭിപ്രായ പ്രകാരം ഈ ആയത്തിറങ്ങിയത്. അല്ലാഹുവേ, ഇത് നിങ്ങളോട് ഈ വായോണ്ട് എനിക്ക് പറയാൻ കഴിഞ്ഞല്ലോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ റബ്ബേ. അല്ലാഹു നമ്മുടെ രോഗം ശിഫയാക്കട്ടെ. അല്ലാഹു ഒറ്റക്കെട്ടായി നിലകൊള്ളാൻ തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ കൽബ് കൊണ്ടാണ് പറയുന്നത്. സമുദായം ഭിന്നിക്കരുത് എന്നുള്ള എൻ്റെ ഉള്ളിലെ തേട്ടം കൊണ്ട് മാത്രമാണ്. ഈ പരിപാടിക്ക് മുഴുവനും എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകം അള്ളാഹുവാണ്. 10 ആളെങ്കിലും ഒരുമിച്ച് ചേർന്ന് നിൽക്കാൻ എൻ്റെ വായിക്കാരനായ എനിക്ക് നല്ല നിലക്ക് മരിച്ചു പോകാതെ പടച്ചോനെ എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിക്ക് വരുന്നത്. അത് മാത്രം ലക്ഷ്യം. അള്ളാഹു സാക്ഷിയാണ്. ഞാൻ ഈ പറഞ്ഞതിന് അള്ളാഹു സാക്ഷിയാണ്. സമുദായം ഒറ്റക്കെട്ടാവുന്നതിനേക്കാൾ എന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റൊരു കാര്യവും ഇല്ല. അല്ലാഹു പറഞ്ഞു അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കണം. വറസൂലഹു, റസൂലിനെയും അനുസരിക്കണം. ഖുർആനിനെ പൂർണ്ണമായി പഠിക്കുകയും ഹദീസിനെ പൂർണ്ണമായി പഠിക്കുകയും ചെയ്യണം. പിന്നെയോ വലാ തനാസഉ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്, തർക്കിക്കരുത്, ഭിന്നിക്കരുത്. തർക്കിച്ചു പോയാൽ, ഭിന്നിച്ചു പോയാൽ ഫതഫ്ശലു. ഫശില എന്താ? ഞാൻ മുമ്പ് അർത്ഥം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശക്തി ക്ഷയിക്കാം. ഫഷിൽ എന്ന് പറഞ്ഞതിന് ഞാൻ മുമ്പ് അർത്ഥങ്ങളൊക്കെ